സാർ നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞിട്ട് വീണ്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ഏതാണ്ട് 10 ദിവസത്തിലധികം വേണ്ടി വന്നു. 11-ാം ദിവസമാണ് ഏതാണ്ടൊരു തീരുമാനത്തിലേക്ക് പോണത്. ഇന്നലെ ഇപ്പോൾ മന്ത്രിസഭാ രൂപീകരണത്തിന്റെ ഭാഗമായി AICC വർക്കിംഗ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേരളത്തിൽ വന്നപ്പോൾ മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. അതായത് മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയായി KC എത്തിയില്ല, എന്നാൽ കേരളത്തിലെ പുതിയ മന്ത്രിസഭയിൽ KC പക്ഷക്കാരായ മന്ത്രിമാരുണ്ടായിരിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് മാധ്യമങ്ങൾ ചോദിച്ചത്. അതിന് KC വേണുഗോപാൽ പറഞ്ഞൊരു മറുപടി ഇന്നത്തെ മിക്കവാറും എല്ലാ മുഖ്യധാര മാധ്യമങ്ങളിൽ അടിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെല്ലാം കേപ്പബിൾ ആയിട്ടുള്ള MLA-മാരാണ്, കേപ്പബിലിറ്റി ഉള്ള MLA-മാരാണ്. അതുകൊണ്ട് തീർച്ചയായും അവരിൽ നിന്നും അനുയോജ്യരായ മന്ത്രിമാരെ മുഖ്യമന്ത്രിയും പാർട്ടിയും കണ്ടെത്തും എന്നാണ് പറഞ്ഞത്. ഈ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെല്ലാം കേപ്പബിൾ ആണ് എന്ന് പറയുമ്പോൾ അവർ ഭരണസാരഥ്യം വഹിക്കാൻ അർഹരാണ്, യോഗ്യരാണ് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് എങ്കിൽ ഈ 63 MLA-മാരടക്കം 100 MLA-മാര്, കോൺഗ്രസിന്റെ 63 MLA-മാരടക്കം UDF-ന്റെ 102 MLA-മാരെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും അന്ന് KC വേണുഗോപാലിന് മനസ്സിലായില്ലേ ഇവരെല്ലാവരും കേപ്പബിൾ ആണ് എന്നുള്ളത്. എന്നിട്ടും തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിലേക്ക് നിയമസഭാ കക്ഷി നേതാവിനെ അതിൽ നിന്നും കണ്ടെത്താതെ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നടത്തിയ പൊറോട്ട് നാടകത്തിന്റെ പേരിൽ 10 ദിവസമാണ് കേരളത്തിന്, 11 ദിവസമാണ് കേരളത്തിന് UDF-ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംവിധാനത്തിന് മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ പറ്റാതെ പോയത്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം KC വേണുഗോപാലിനാണ്. എന്നിട്ടും KC വേണുഗോപാൽ ഇപ്പൊ മാധ്യമങ്ങളോട് പറയുന്നു കേപ്പബിലിറ്റി ഉള്ള നേതാക്കന്മാരെയാണ്, സാരഥികളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു വിരോധാഭാസമല്ലേ? വേണുഗോപാലും മനഃപൂർവ്വം വേണുഗോപാൽ പറഞ്ഞു കൊടുത്ത വാക്ക് കേട്ട് രാഹുൽ ഗാന്ധി കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള ചർച്ചകൾ വഴിമുട്ടി ജനത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് ആശങ്കയുണ്ടാക്കി ഇങ്ങനെ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോയത് KC വേണുഗോപാലിന്റെ ഈ നടപടിക്രമം തന്നെയല്ലേ? അതായത് അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, എന്നെ വലിച്ചു കീറിയത് മതിയായില്ലേ എന്നുള്ളത്, പിച്ച് ചീന്തിയത് മതിയായില്ലേ എന്നുള്ളത്. ആരാണ് അതിന് കാരണക്കാര്? അതിന് കാരണക്കാരൻ ഒരേ ഒരാളാണ്, KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ എന്ന് പറയുന്ന അഖിലേന്ത്യാ IICC ജനറൽ സെക്രട്ടറി, അദ്ദേഹം എല്ലാ സംസ്ഥാനങ്ങളെയും കോൺഗ്രസിനെ നേതൃത്വത്തിലുള്ള ഒരാളാണ്. 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടന്നപ്പോൾ ഈ 5 സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുമായിരുന്നു. കാരണം നമുക്കറിയാം, ആസാമിൽ മത്സരിച്ചത് കോൺഗ്രസും BJP-യും തമ്മിലാണ്. അവിടെ കോൺഗ്രസിന് എത്ര സീറ്റാണ് കിട്ടിയത്? 50 സീറ്റുള്ള കോൺഗ്രസ് 20 സീറ്റായി ചുരുങ്ങി. പുതുച്ചേരിയിൽ ചുരുങ്ങി ഇല്ലാതായി. തമിഴ്നാട്ടിൽ ആകെ ആപ്പടെ 5 സീറ്റാണ്. അതേപോലെ ബംഗാളിൽ ആകെ 2 സീറ്റ്. അത് ഏത് സാധാരണ ഒരു സ്വതന്ത്ര പാർട്ടികളെ സ്വാതന്ത്ര്യമുള്ള 2 പേര് നിന്നാലും കിട്ടും, സ്വതന്ത്രന്മാര്, കഴിവുള്ള അവിടെ ബന്ധമുള്ള. അപ്പൊ കോൺഗ്രസിനെ നാമാവിശേഷമാക്കിയൊരു ആളാണ് KC വേണുഗോപാൽ എന്ന് കൃത്യമായി പറയാം. കേരളത്തിലോ ഒരാളുടെ VD സതീശന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷമായി ഘട്ടമായി UDF-നെ വളർത്തി വിശ്വാസം കൊടുത്ത് അവസാനം 100-ൽ പരം സീറ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് കേരളത്തിലുണ്ടായത്. ആ ആളെ വെട്ടിമാറ്റിക്കൊണ്ട് KC വേണുഗോപാൽ ഇങ്ങോട്ട് മന്ത്രിയാകാൻ, മുഖ്യമന്ത്രിയാകാൻ ഞാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് അവസരവാദിയായിട്ട് ഇവിടെ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ, കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ അദ്ദേഹം നേരത്തെ പണം കൊടുത്തത് ചാക്കിട്ട് പിടിച്ച് കുതിര കച്ചവടം നടത്തി അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ജനങ്ങളുടെ മനസ്സ് അറിയാതെ പോയി. ജനങ്ങൾ പൂർണ്ണമായും VD സതീശന് കൂടെ നിന്നു, ഘടകകക്ഷികൾ പൂർണ്ണമായും VD സതീശന് കൂടെ നിന്നു. അവരെയൊന്നും വിലക്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം അത് കണക്കൂട്ടിയില്ല. ജനങ്ങളുടെ മനസ്സറിയാത്ത ഒരു നേതാവ് യഥാർത്ഥത്തിൽ നേതാവാണോ? എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുന്നത്? അതിന് കാരണം ആ സ്റ്റേറ്റിലെല്ലാം സമുന്നതരായ ജനങ്ങളുമായി ബന്ധമുള്ള, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ ഒറ്റപ്പെടുത്തുകയും ഇങ്ങനെ ഇതുപോലെ കുതിര കച്ചവടം ചെയ്യുന്ന ആളുകളെ മുഖ്യമന്ത്രിയാക്കുകയും സ്ഥാനാർത്ഥിയാക്കുവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് രാജസ്ഥാനിലും മധ്യപ്രദേശിലൊക്കെ പോയത്. അതുപോലെ കേരളത്തെ കണ്ടിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നത്. പക്ഷെ ജനങ്ങൾ അത് കൈവിട്ടില്ല. ജനരോഷം കൊണ്ട് അവസാനം ഹൈക്കമാൻഡിന് മുട്ടുമടക്കേണ്ടി വന്നു. ഘടകകക്ഷികളുടെ സമ്മർദ്ദം വരേണ്ടി വന്നു. ഘടകകക്ഷികൾ കട്ടായം പറഞ്ഞു
ഇതിനൊക്കെ കാരണക്കാരൻ KC വേണുഗോപാലാണ്. അദ്ദേഹത്തിന് 5 മിനിറ്റ് കൊണ്ട് പ്രഖ്യാപിക്കുന്നതാണ് കാര്യമായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം. പക്ഷെ 10 ദിവസം കൊണ്ട് ഇന്ത്യയിലെ പ്രധാനമന്ത്രി അടക്കം ഇത് കേരളത്തെ കുറിച്ച് പറയാനുള്ള അവസരം ഉണ്ടാക്കി. കേരളത്തിൽ ഉണ്ടായിരുന്ന UDFന്റെ വിജയത്തിന്റെ പ്രകാശം കെട്ടുകളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഉത്തരവാദിത്വം KC വേണുഗോപാലിനാണ്. ഇപ്പോൾ VD സതീശനെ രണ്ടാമത് ആക്കുന്നു കണ്ടപ്പോൾ ജനങ്ങളുടെ പിന്തുണ കണ്ടില്ലേ? 10,000-ങ്ങളാണ് ഒരു കാഴ്ച ഒന്ന് കാണാൻ വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെ കാണാൻ വേണ്ടി. തമിഴ്നാട്ടിൽ വിജയ്ക്ക് പോലും ഇല്ലാത്ത ആരാധക കൂട്ടമാണ് ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നത്. അദ്ദേഹം ഫൈറ്റ് ചെയ്ത് വിജയിച്ച് നേടിയിട്ടുള്ള ഒരു സംഭവമാണ്. ജനങ്ങളാണ് ഫൈറ്റ് ചെയ്യാൻ മുന്നിൽ നിന്നിരുന്നത്. ആ ജനങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഇപ്പോൾ വളരെ ശക്തമായി അദ്ദേഹം എത്തിയത്. അത് കാണേണ്ട കാഴ്ചയാണ്. തിരുവനന്തപുരത്ത് KC വേണുഗോപാൽ വന്നപ്പോൾ എന്തായിരുന്നു ജനക്കൂട്ടം? എയർപോർട്ടിൽ അവിടെ PR വർക്ക് വഴി ആളെ കണ്ടെത്തിയിരിക്കുന്നു. എനിക്കറിയാം. ഒന്ന് ഇടപെട്ടോട്ടെ. അതായത് KC വേണുഗോപാൽ ജനകീയ സ്വീകാര്യതയുള്ള നേതാവാണ്, സംശയമില്ല, നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ അദ്ദേഹം തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ അവിടെ അദ്ദേഹത്തിന് അനുകൂലമായി കൈപൊക്കിയ ഈ MLA-മാരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് നമ്മൾ അവിടെ കണ്ടത്. മറിച്ച് നെടുമ്പാശ്ശേരിയിൽ VD സതീശൻ വന്നപ്പോൾ എന്തുണ്ടായെന്നുള്ളത് കണ്ടത്. സാറിന് തുടരാം. അതായത് അദ്ദേഹം ഈ VD സതീശനെ ഈ കഴിഞ്ഞ 10 ദിവസം കൊണ്ട് നഷ്ടപ്പെട്ട കേരളത്തിലെ ജനപിന്തുണ 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് VD സതീശൻ. കാരണം അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ കണ്ടില്ലേ, അദ്ദേഹം ചെയ്ത രീതികൾ കണ്ടില്ലേ, എല്ലാവരെയും അദ്ദേഹം കാണുകയും നന്ദി പറയുകയും. അതായത് തിരുവനന്തപുരത്ത് തുടങ്ങി AK ആന്റണി, VS സുധീരൻ, പിന്നെ കെ മുരളീധരൻ, അതോടൊപ്പം ഏറ്റവും പ്രധാനം കാർത്തികേയന് വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ ഭാര്യ കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് അദ്ദേഹം പിണറായി വിജയനെ പോയി കാണുന്നു. അങ്ങനെ എല്ലാവരെയും അവസാനം നല്ല വയലാർ രവിയെ കാണാൻ എറണാകുളത്ത് വരുന്നു. അങ്ങനെ തന്റെ സ്വന്തം കുടുംബത്തിലെ എല്ലാവരെയും കാണാൻ പോകുന്നു. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ എന്താ, എനിക്ക് വേണ്ട ഈ 41 വണ്ടി പോലീസിന്റെ എസ്കോർട്ട്, അതേപോലെ മോഡി പിടിപ്പിക്കുന്ന ഒക്കെ നിർത്തിവെക്കണം. ഇത് വെറും വാക്കായി പറയുന്ന VD സതീശനല്ല. കഴിഞ്ഞ 5 വർഷത്തെ VD സതീശനെ നമ്മൾ പഠിച്ചിട്ടുള്ള VD സതീശൻ എന്നുള്ള രൂപത്തിൽ അദ്ദേഹം പറയുന്ന വാക്കുകളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. കൃത്യമായി വിഷനുള്ള ഒരാളാണ്. അത് ജനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ നന്മ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അല്ല ഇവിടെ ഗ്രൂപ്പ് പ്രവർത്തനമോ അതേപോലെ ഇതുപോലെ കച്ചവടമോ അല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സാർ, അതാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത. ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമായി നിൽക്കാതെ ജനങ്ങളിലുള്ള അടിയുറച്ച വിശ്വാസം പൊതുജന സേവകനാണ് എന്നുള്ള ഒരു പ്രതീതി ജനങ്ങൾക്ക് തന്നെ സതീശനെ കുറിച്ചുണ്ടാകുന്നു. അത് തന്നെയാണ് ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള പാർട്ടി മേൽ സംവിധാനങ്ങൾക്ക് സതീശനെ വെട്ടിമാറ്റിക്കൊണ്ട് മറ്റൊരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയാതെ ഇരുന്നത്. ഇവിടെ ഒന്നുകൂടി നമ്മൾ കാണാതെ പോകരുത്. അതായത് ജനാധിപത്യ സംവിധാനത്തിന് ഒരു പുനർനിർണയം കൂടി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. കാരണം തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ ആർക്ക് അനുകൂലമായി കൈപൊക്കുന്നുവോ അവരായിരിക്കണം നിയമസഭാ കക്ഷി നേതാവ്, ലീഡർ, അവരായിരിക്കണം മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നൊക്കെയുള്ള കീഴ്വഴക്കങ്ങളാണ് ഇവിടെ ജനാധിപത്യത്തിലൂടെ തൂത്തെറിയപ്പെട്ടിരിക്കുന്നത്. കാരണം മത്സരിക്കാത്ത ഒരാളെ അനുകൂലമായി ഈ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാര് കൈപൊക്കി കഴിഞ്ഞപ്പോൾ അത് സ്വീകരിക്കപ്പെടാതെ വന്നു കഴിഞ്ഞപ്പോൾ ജനാധിപത്യത്തിന് ഒരു പുനർവിചിന്തനം കൂടിയാണ് VD സതീശൻ എന്ന മുഖ്യമന്ത്രിയെ നിർണയിക്കുന്നതിലൂടെ ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. കാരണം ജനത്തിന്റെ ഹിതം മറന്നുകൊണ്ട്, ജനവികാരം മറന്നുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അവർക്ക് ഹിതകരമായ രീതിയിൽ താല്പര്യമുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു നേതാവിന് വേണ്ടി കൈപൊക്കിയാൽ അത് ജനാധിപത്യത്തിൽ ഭൂഷണമല്ല. അത്തരം ജനാധിപത്യ രീതികളൊന്നും ജനങ്ങൾ അംഗീകരിക്കില്ല. അവരെല്ലാവരും പുറത്തായിരിക്കും, അല്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധിക്ക് അവസാനം വേണുഗോപാലിനെ വെട്ടി VD സതീശനെ മുഖ്യമന്ത്രിയാക്കേണ്ടി വന്നത്. ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ്. VD സതീശൻ എന്ന ഒരു നേതാവിന്റെ വിജയം മാത്രമല്ല, ജനാധിപത്യത്തിന്റെ വിജയമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, നമ്മൾ കമ്പാരിസൺ, പിണറായി വിജയനും അതേപോലെ VD സതീശനുള്ള കമ്പാരിസൺ, 2 ദിവസം കൊണ്ട് VD സതീശൻ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച ശേഷം നടത്തുന്ന കാര്യങ്ങൾ കാണുമ്പോൾ പിണറായി വിജയൻ അന്തം വിട്ട പോലെയാണ് നിൽക്കുന്നത്. കാരണം
സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള രംഗങ്ങളാണ് ഇവിടെ നാട്ടിൽ നടക്കുന്നത്. പിണറായി വിജയനൊക്കെ ഇങ്ങനെ ഏതെങ്കിലും സമയത്ത് ഇതുപോലെ ഒന്ന് പ്രവർത്തിക്കാൻ കഴിയുമോ? ജനങ്ങൾ എടുത്തേക്ക് ചെല്ലാൻ പറ്റുമോ? ജനക്കൂട്ടത്തിനുള്ളിൽ കൂടെ പോകാൻ പറ്റുമോ? എന്നാൽ 100% ജനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ജനങ്ങൾ എന്നെ സംരക്ഷിച്ചോളും എന്ന് കൃത്യമായി അറിയുന്ന ഒരു നേതാവായി കൃത്യമായി ജനങ്ങളിലൂടെ ഇറങ്ങിപ്പോകുന്ന വി.ഡി. സതീശനും ജനങ്ങളിൽ നിന്നകന്ന് 41 വണ്ടി പോലീസിന്റെ സഹായത്തോടെ യാത്ര ചെയ്യുന്ന പിണറായി വിജയനും തമ്മിലുള്ള കമ്പാരിസൺ നോക്കി നോക്കൂ. 2 ദിവസം കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ ഒന്ന് ചിരിക്കാൻ പഠിച്ചിരിക്കുന്നു. വി.ഡി. സതീശൻ ചിരിച്ചപ്പോൾ പിണറായി വിജയൻ ചിരിക്കുന്നത് കണ്ടോ? കാരണം ഒരു പ്രകാശം ഇങ്ങോട്ട് സ്ഥാനം വരുമ്പോൾ ഏത് കള്ളനാണെങ്കിൽ പോലും അദ്ദേഹത്തെ ആ ആൾക്ക് എന്തുവരും, പ്രകാശം കടന്നു വരും. ആ പ്രകാശമാണ് ഇന്നലെ പിണറായി വിജയൻ പുഞ്ചിരിക്കേണ്ടി വന്നത്. സാർ, അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം, സൗന്ദര്യ വിസ്മയം എന്നൊക്കെ, അല്ലെങ്കിൽ സൗന്ദര്യ വിസ്മയത്തിന്റെ ഒരു മന്ദസ്മിതം എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വിശേഷിപ്പിക്കാം. കാരണം ജനാധിപത്യത്തിന്റെ മര്യാദയുടെ കീഴ്വഴക്കങ്ങളുടെ ചില രീതികളാണ് നമ്മൾ ഇന്നലെ കണ്ടത്. മുൻ മുഖ്യമന്ത്രിയെ നിയുക്ത മുഖ്യമന്ത്രി പോയി കാണുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായ ജി കാർത്തികേയന്റെ വീട്ടിൽ പോകുന്നു. അവിടെ വൈകാരിക നിമിഷങ്ങളായിരുന്നു. വി.ഡി. സതീശൻ പൊട്ടി കരയുന്നതൊക്കെ നമ്മൾ കണ്ടു. ഒരു നിമിഷം അദ്ദേഹം വൈകാരികമായിട്ട് സ്തംഭിച്ചു നിൽക്കുന്നത് കണ്ടു. ഡോക്ടർ സുലേഖ അദ്ദേഹത്തെ തോളിത്തട്ടി സമാശ്വസിപ്പിക്കുന്നത് കണ്ടു. അതുപോലെ വയലാറിന്റെ വീടെടുത്ത് വരുന്നത് കണ്ടു. A.K. ആന്റണിയുടെ വീട്ടിൽ പോയി. എന്തിന് ഇടഞ്ഞു നിൽക്കുന്ന രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ അദ്ദേഹം പോയി. അപ്പൊ ഇതൊക്കെ വലിയ വലിയ ജനാധിപത്യത്തിന്റെ മര്യാദകളാണ്, അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ വലിയ വലിയ ഒത്തുതീർപ്പുകൾ, കീഴ്വഴക്കങ്ങളാണ് വി.ഡി. സതീശൻ ആരംഭത്തിൽ തന്നെ ജനങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അദ്ദേഹം കേരള മുഖ്യമന്ത്രി എന്ന രീതിയിലും ലാളിത്യത്തിന്റെയും അതുപോലെ തന്നെ കേരള ജനതയുടെ പ്രതീക്ഷകളും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയി കേരളത്തെ വികസനത്തിന്റെ പാതയിൽ നയിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വി.ഡി. സതീശൻ എന്ന പുതിയ മുഖ്യമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തെ വളരെ അടുത്ത് പരിചയമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ, സുഹൃത്ത് എന്ന രീതിയിൽ സാറിന് എന്താണ് കൂടുതൽ പറയാനുള്ളത്? അതായത് നമ്മൾ തുടക്കത്തിൽ തന്നെ കൊടുക്കേണ്ട ഒരു വീഡിയോ ഉണ്ട്. ഇന്ന് നമ്മുടെ പത്രക്കാരോട് KC വേണുഗോപാൽ പറയുന്ന ഭാഗം അത് തുടക്കത്തിൽ തന്നെ കാണാം. അതായത് അദ്ദേഹത്തിനെ വലിച്ചു കീറി നശിപ്പിച്ചില്ലേ, നിങ്ങൾ മതിയായില്ലേ എന്ന് പറയുന്നത് ഇതേപോലെ പന്തം കണ്ട പരിച്ചാഴിയെ പോലെയാണ് ഇപ്പൊ പിണറായി വിജയൻ. അതായത് വി.ഡി. സതീശൻ എന്ന് പറയുന്ന ജനകീയനായ നേതാവ്, അദ്ദേഹം ഉമ്മൻചാണ്ടിയേക്കാളും V.S. അച്യുതാനേക്കാളും ജനകീയനായ മുഖ്യമന്ത്രിയായി മാറും. നാളെ കേരളത്തിൽ നിന്നായിരിക്കും അഖിലേന്ത്യാ തലത്തിലേക്ക്. മുമ്പ് നമ്മുടെ നരേന്ദ്രമോദി ഗുജറാത്തിൽ നിന്നാണ് തുടങ്ങിയത്. അതേപോലെ കേരളത്തിൽ നിന്നായിരിക്കും ചിലപ്പോൾ കോൺഗ്രസിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഇതിന്റെ പ്രകാശം പടർത്തുക. എങ്ങനെയാണോ വി.ഡി. സതീശൻ ഇവിടെ കേരളത്തിൽ UDF-നെ പടുത്തുയർത്തിയത്, അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലും മാതൃകയാക്കിക്കൊണ്ട് കോൺഗ്രസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗങ്ങൾ വരും. അത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ അദ്ദേഹം ആരാണ് എന്താണെന്ന് പറയാൻ. അതായത് നരേന്ദ്രമോദിയെ പോലെ തന്നെ ഈ വി.ഡി. സതീശൻ നാളെ പ്രധാനമന്ത്രിയായി വന്നാലും നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിന്റെ മാതൃകാ പുരുഷനായ ഒരാളാണ്. രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും മാതൃകാ പുരുഷന്മാരെ കണ്ടിട്ട് കുറെ കാലമായി. റോൾ മോഡൽ എന്ന് പറയാൻ ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പിണറായി വിജയൻ വന്ന ശേഷം നമ്മൾ ആകെ മാനസികമായി തളർന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്ഥലത്തേക്കാണ് പ്രകാശം പോലെ കടന്നു വന്ന് ഇവിടെ നമുക്ക് വെളിച്ചം ആയി തീർന്നിരിക്കുകയാണ് വി.ഡി. സതീശൻ. ആ വെളിച്ചം ഇന്ത്യ മുഴുവൻ വ്യാപിക്കണം. നല്ല ഭരണം 5 വർഷം കൊണ്ട് കാഴ്ചവെച്ച് അത് ഇന്ത്യയിലേക്ക് മുഴുവൻ വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് കേരളത്തെ വികസനത്തിന്റെ, പുരോഗമനത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ നിയുക്ത മുഖ്യമന്ത്രിക്കും ടീം UDF-നും സാധിക്കട്ടെ. വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് എല്ലാവിധ ആശംസകളും, ക്രൈം ടീമിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും.